ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് സ്ട്രെയിറ്റ്ലി മാറ്ററിലേക്ക് വരാം. എന്താണ് ഗ്ലോബൽ മാർക്കറ്റ്സിൽ നടക്കുന്നത്? ഗ്ലോബൽ മാർക്കറ്റ്സിൽ നടക്കുന്നത് ഒരു ടോട്ടൽ സെൽ ഓഫ് അന്തരീക്ഷം പല US മാർക്കറ്റ്സിനടക്കമുള്ള ലോകത്തിലെ ഏറ്റവും നല്ല മാർക്കറ്റ്സിലെല്ലാം ഒരു കണ്ടിന്യൂസ് സെൽ ഓഫുകൾ നടക്കുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സ് സെൽ ഓഫ് നടക്കുന്നു, ജാപ്പനീസ് മാർക്കറ്റ് സെൽ ഓഫ് നടക്കുന്നു, തായ്വാൻ മാർക്കറ്റ് സെൽ ഓഫ് നടക്കുന്നു. അങ്ങനെ ടോട്ടലി പല മാർക്കറ്റിലും ഒരു ഭീതിയുടെ എന്താ പറയുക കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ എന്താ നടന്നതെന്നുള്ള കാര്യം നിങ്ങൾ നോക്കി. ലൈക്ക് ടോട്ടൽ സെൽ ഓഫ് 300 പോയിന്റ്സിൻ്റെ ഡൗൺ സൈഡ്. എല്ലാ സ്റ്റോപ്പ് ലോസുകളും അടിക്കുന്നു, എല്ലാവരും ലോസിലേക്ക് പോകുന്നു. അങ്ങനെ ഇന്ന ആളൊന്നൊന്നുമില്ല, എല്ലാ ആളുകളും സ്റ്റോപ്പ് ലോസ് അൺഡീലിങ്ങിൽ പെടുകയാണ്. ആൻഡ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ, സ്റ്റോക്സിൽ അതിഭയാനകമായ സെല്ലിംഗ് പ്രഷർ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി അല്പം സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ അവസ്ഥകളിൽ മേ ബി നമുക്ക് ചെറിയ ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡ്സ് ഒന്നും നമ്മൾക്ക് പ്രോഫിറ്റ് കൊണ്ടുവരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡ്സ് ഒന്നും വർക്കാവാനുള്ള പോസിബിലിറ്റിയും വളരെ കുറവാണ്. അപ്പം നിങ്ങൾ നോക്കിയേ നിഫ്റ്റിയുടെ അവസ്ഥ നോക്കി. ഇന്നലെ തന്നെ നടന്നത് അത്യാവശ്യം അതിഭയാനകമായ ഒരു സെൽ ഓഫ് ആണ്. ആൻഡ് നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു സപ്പോർട്ട് റേഞ്ചിലാണെന്നുള്ളത് നമുക്കിവിടെ കാണാം. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മീഡിയം ടേം സപ്പോർട്ടായിട്ട് നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു സോണാണ് 25,000 എന്ന് പറയുന്നത്. ബട്ട് മാർക്കറ്റ് മേ ബി 25,000 റേഞ്ചിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ മുന്നിൽ കാണണം. 15 മിനിറ്റ് ചാർട്ട് എടുത്ത് നിങ്ങൾ നോക്കിയാൽ 15 മിനിറ്റ് ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇത് ഈ ഒരു സോണിലേക്ക്, ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലോട്ടൊക്കെ മാർക്കറ്റ് ഒന്ന് ട്രാവൽ ചെയ്യാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് 25,000 വരെ വന്നതിന് ശേഷമായിരിക്കാം മാത്രം മേ ബി ഒരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ സ്റ്റോക്സ് ഒക്കെ എടുത്ത് ട്രേഡ് ചെയ്യുന്നതിലെ റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇനി നല്ല രീതിയിലൊരു ബുള്ളിഷ് ആവേണ്ടത്, മാർക്കറ്റ് പൊതുവെ അങ്ങനെ ഒരു സൈൻ തന്നാൽ മാത്രമേ നമ്മൾ എടുക്കുന്ന സ്റ്റോക്സ് ഏതായാലും അതൊന്ന് അപ്സൈഡ് മൊമെന്റം കിട്ടത്തുള്ളൂ. ലൈക്ക് മാർക്കറ്റ് 25,000 അല്ലെങ്കിൽ 24,700 വരെയൊക്കെ ഒന്ന് മേ ബി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന പല സ്റ്റോക്സും നമുക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും. അപ്പോൾ കറക്റ്റ് റൂൾസ് പ്രകാരം മാത്രം ഇനി മുന്നോട്ട് പോവുക. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് എന്തുണ്ടോ അത് മാത്രം കൊടുക്കുക. അതിൻ്റെ അപ്പുറം നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം മാർക്കറ്റിൽ അത്രയും നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രാഡേ ലെവലിലൊക്കെ നിഫ്റ്റി പരിശോധിക്കുകയാണെങ്കിലും കാണാം സ്ട്രക്ചർ വൈസ് പോലും മാർക്കറ്റ് ഭയങ്കരമായിട്ട് ലോവർ ലോ ഉണ്ടാക്കി വരികയാണ്. നിങ്ങളിവിടെ നോക്കുക, നിങ്ങൾ കണ്ടില്ലേ മാർക്കറ്റ് മാർക്കറ്റ് ചെറിയ ഡൗൺ സൈഡ് ഒന്നും അല്ല തരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് കണ്ടിന്യൂവേഷൻ മൂവ് ആണ് തരുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഉണ്ടായ സെൽ ഓഫ് എന്ന് പറഞ്ഞാൽ വളരെ കണ്ടിന്യൂവേഷൻ ആണ്, കണ്ടിന്യൂ ചെയ്ത് സെൽ ഓഫ് നടത്തുകയാണ് ഉണ്ടായത്. സോ കെയർഫുൾ ആയിട്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു മാർക്കറ്റിലെ ബുള്ളിഷ്നെസ്, പെട്ടെന്നൊരു മാർക്കറ്റിലൊരു ക്രാഷിന് ശേഷം മാർക്കറ്റ് ഒരു എന്താ പറയുക പുൾ ബാക്ക് തന്നെന്ന് പറഞ്ഞ് ഓടിക്കയറി പുതിയ പൊസിഷൻ സെൻറ്റർ ആവാതിരിക്കുക, വെയിറ്റ് ചെയ്യുക. എന്തായാലും 25,500 മുകളിൽ ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്യട്ടെ. ആൻഡ് ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ 25,800 നമ്മൾ മുന്നേ കെയർഫുൾ ആയി തുടങ്ങിയ ഈ സോൺ 25,820 എന്നുള്ള ഈ റേഞ്ചിലൊക്കെ മാർക്കറ്റ് അപ്സൈഡ് പോയി റീടെസ്റ്റ് പോസിബിലിറ്റി വന്നാൽ മാത്രമേ ഞാൻ അന്ന് നിഫ്റ്റിയിൽ ബുള്ളിഷ്നെസ് വരത്തുള്ളൂ. നമ്മൾ ഈ ഒരു ഏരിയ, ഈ ഒരു സോണിന്റെ കാര്യം നമ്മൾ 1-2 ദിവസം ഡിസ്കസ് ചെയ്യാനുണ്ട്. 25,800 ഈ ഒരു സെൽ ഓഫ് നടന്ന സോൺ. അപ്പോൾ എനിക്ക് മേജർലി ഞാൻ കാണുന്നത് ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ മാർക്കറ്റ് ക്രോസ് ചെയ്താൽ മാത്രമേ ഞാൻ വലിയ പൊസിഷൻസിലേക്ക് പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം മീഡിയം ടേം സ്റ്റോക്സ് എല്ലാം ഹോൾഡ് ചെയ്യും, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യും. ആൻഡ് ഞാൻ പെട്ടെന്നുള്ള മൊമെന്റം ട്രേഡ്സും ചെറിയ 1 വീക്കൊക്കെ ഹോൾഡ് ചെയ്യാൻ കണക്കാക്കി എടുക്കുന്ന ട്രേഡ്സ് എല്ലാം ഒഴിവാക്കാനാണ് ഞാൻ നോക്കുക. കാര്യം മാർക്കറ്റ് സ്ട്രെങ്ത് ഇല്ല. അതായത് ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോകുന്നു, ആൻഡ് ശേഷം എന്ത് സംഭവിക്കുകയാണ്, വീണ്ടും ഫെയിലായി താഴെ വരികയാണ്. അപ്പം മാർക്കറ്റിൽ ടോട്ടൽ ഓവറോൾ ഹെൽത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല എന്താ പറയുക കുറവാണെന്നാണ് എനിക്കുള്ളൊരു അഭിപ്രായം. അപ്പം ന്യൂസസ് ഉണ്ട്, ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ന്യൂസസ് ഉണ്ട്. മാർക്കറ്റിന് ഒരു പോസിറ്റീവ് പുഷ് തരുന്ന എല്ലാ ഘടകങ്ങളും ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ബട്ട് മാർക്കറ്റ് ഹോൾഡ് ഓൺ ചെയ്യുന്നില്ല. പിന്നെ ക്വാർട്ടർലി ഏർണിംഗ്സ് ഒക്കെ റിസൾട്ടുകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെ ഇത് വന്നപ്പോഴത്തേക്കും പ്രോഫിറ്റും റവന്യൂവിനും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപാക്ട് ഡ്യൂറബിളിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നതിൽ പ്രോഫിറ്റും റവന്യൂ സോർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതിൻ്റെ സുപ്രീം പെട്രോ കമ്പനിയാണ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ലൈക്ക് 71 കോടിയിൽ നിന്ന് 30 കോടിയിലേക്ക് കുറഞ്ഞിട്ടുള്ളതായിട്ട് ന്യൂസ് ഉണ്ട്. റവന്യൂവിനും ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. പെർസിസ്റ്റൻസിനായ പ്രോഫിറ്റ് ജമ്പ് ചെയ്തിട്ടുണ്ട്. റവന്യൂവിൽ സ്ലൈറ്റ്ലി ഉള്ളൊരു കൂടുതലും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ മാർട്ടിൻ്റെതും പ്രോഫിറ്റും റവന്യൂ ഇൻക്രീസ് ആയിട്ടുണ്ട്. റാലീസ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. ക്രെഡിറ്റ് എക്സസ് ഗ്രാമിനുണ്ടായിട്ടുണ്ട്. ഷോപ്പേഴ്സ് സ്റ്റോപ്പിൻ്റെ ആണെങ്കിൽ 52 കോടിയിൽ നിന്നും 16 കോടിയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ AU സ്മോൾ ഫിനാൻസ് ബാങ്കിനാണെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് മീഡിയം ടേം 528 കോടിയിൽ നിന്ന് 667 കോടിയിലേക്ക് ഉയർന്നതായിട്ടുണ്ട്. വിക്രം സോളാറിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റും റവന്യൂ റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സൈൻറ്റിൻ്റെത് പ്രോഫിറ്റും റവന്യൂ
ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു എന്താ പറയുക IT സ്റ്റോക്സ് ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ പലവട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂസസും അങ്ങനെയൊക്കെയാണ്, ഒരുപാട് പോസിറ്റീവ് ട്രിഗേഴ്സ് തരുന്ന ന്യൂസസ് ഉണ്ട്. പക്ഷേ മാർക്കറ്റിന്റെ ഓവറോൾ ഹെൽത്ത് കാരണമാണ് നമ്മൾ കൂടുതൽ ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യാത്തത്. ജസ്റ്റ് മീഡിയം ടേം ട്രേഡ് ഉണ്ട്, അത് സ്റ്റോപ്പ് ലോസ് വെച്ച് കീപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യുക എന്നുള്ള മാത്രമാണ്. കൂടുതൽ സ്റ്റോക്സിലോട്ടൊന്നും എൻട്രി ചെയ്യാതെ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് എന്താ നടത്തുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. നിങ്ങൾ നോക്കിയാൽ അടുത്ത ഇനി നമ്മൾ നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി ലെവൽസ് ആണ്. ബാങ്ക് നിഫ്റ്റി നോക്കി കുറച്ച് ക്ലിയർ കട്ട് പ്രൈസ് ആക്ഷൻ ഉണ്ട്. ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു ഇൻഡെക്സ് ആയിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവ്മെന്റിനൊക്കെ ശേഷം മാർക്കറ്റ് ജസ്റ്റ് ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ പറയുന്നത് ഈ 2 സോൺ, ഇതൊരു സോണിന്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്യുന്നതാണ്. 58,700 ആയിരിക്കും ഇതിന്റെ ഏറ്റവും ആപ്റ്റ് ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് വർക്ക് ചെയ്യുക. ഈ ഒരു സോൺ എന്നല്ലേ ഒത്ര തവണ ഈ ഒരു ബൗൺസ് കിട്ടിയിട്ടുണ്ട് 58,500 to 700 റേഞ്ചിൽ. അപ്പം ഈ ഒരു റേഞ്ച് നിങ്ങൾ നോക്കി വയ്ക്കുക. ഈ റേഞ്ച് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഈ ഒരു സെൽ ഓഫ്, അതിഭയാനമായ സെൽ ഓഫ് നോക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം ട്രേഡിംഗ് ഇൻ ബിറ്റ്വീൻ റേഞ്ചസ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ഓക്കെ, അപ്പം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് പരിശോധിക്കാം. നമുക്ക് സ്മോൾ ക്യാപ്പിലാണ് എനിക്കൊരു എന്താ പറയുക ഒരു തൃപ്തി ഇല്ലാത്ത ഒരു പ്രൈസ് ആക്ഷൻ നടക്കുന്നത്. ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ ക്യാപ്പും കൂടെ ഒന്ന് സ്ട്രെങ്ത് കാണിച്ചാൽ മാത്രമേ ഓവറോൾ ഞാൻ മാർക്കറ്റിൽ എനിക്കൊരു ബുള്ളിഷ്നെസ് ഉള്ളൂ. ലൈക്ക് സ്മോൾ ക്യാപ്പ് ഇത്രയും നല്ലൊരു ക്രാഷ് നടക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് കൂടുതൽ സെൽ ഓഫിന്റെ പ്രതീതിയാണ് ഉണ്ടാക്കുക. ഒരുപാട് ആളുകൾ സ്മോൾ ക്യാപ് സ്റ്റോക്സ് ആയിരിക്കും ഹോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കി ഈ ഒരു സോൺസിലോട്ടൊക്കെ അടുത്തതിന് ലിക്വിഡിറ്റി ഉള്ള സോൺസിലോട്ടൊക്കെ മാർക്കറ്റ് ട്രാവൽ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ ഒരു സപ്പോർട്ട് ഇന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് വാച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് താഴെ വരാനുള്ള ഒരു പോസിബിലിറ്റി നിലവിലുണ്ട്. സോ ഓവറോൾ നമ്മൾ ജസ്റ്റ് ഉള്ള പൊസിഷൻസ് ഹാൻഡിൽ ചെയ്യുക, സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഇറങ്ങുക, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിൽ പോവുക. അല്ലാത്ത പക്ഷം കൂടുതൽ എൻട്രീസ് പുഷ് ചെയ്യാതിരിക്കുക. നമുക്ക് വരുന്നോ 2 ദിവസത്തിനുള്ളിൽ മേ ബി ഈ ഒരു ബുള്ളിഷ്നെസ്, ഈ ഒരു ബെയറിഷ്നെസ് 1-2 ക്യാൻഡിൽ കൊണ്ട് തന്നെ നിഫ്റ്റിക്ക് മറികടക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ കൂടുതൽ ട്രേഡ്സ് എടുക്കാം. അല്ലാത്ത പക്ഷം സൈലന്റ് ആയിട്ട് മാറി നിൽക്കുക എന്നുള്ളതായിരിക്കും ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി. ഓക്കെ.